കരുതിയത്. എന്താ നീ കരയുന്നത്? കരയാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ അപ്പച്ച? ജോണിക്കെതിരായി നിന്ന് മത്സരിക്കാൻ എന്നെ കൊണ്ടാവില്ല അപ്പച്ച. ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ നീ മത്സരിക്കും. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിനക്ക് വേണ്ടിയാണ് ഞാനത് പറയുന്നത്. നമ്മുടെ അഭിമാനത്തിൽ നീ അപ്പച്ചനനുസരിക്കും. അനുസരണയാണ് വിലയേക്കാൾ വലുത്. എന്റെ മോള് പഠിച്ചില്ലേ? അപ്പൊ മത്തായിക്ക് മകൾക്ക് എന്നോടാണ് വൈരാഗ്യം അല്ലേ? അല്ലേ, മറിയമ്മയോട് പകരം ചോദിക്കാൻ വേണ്ടിയല്ലേ മകളെ നിർത്തിയിരിക്കുന്നതെന്നാണ് മത്തായിയുടെ അഭിപ്രായം. എങ്കിൽ അത് തന്നെ ഒന്ന് കണ്ടറിയും. ഇനി ഒന്നും നോക്കാനില്ല, നിങ്ങളങ്ങനെ തുടങ്ങിയേച്ചാണ്. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റുമറിയാം. ഞങ്ങൾ കഴിയുന്ന സാമ്പത്തിക സഹായം എന്താ പോരെ? വേണ്ട വേണ്ട, കാശും ചക്രവും ഒന്നും നിങ്ങൾ മുടക്കണ്ട. എന്റെ മോനെ ജയിപ്പിക്കാനുള്ള വക ഈ വീട്ടിലുണ്ട്. വേലമ്മത്തായി പോലെ നമുക്കാരുടെ കാശൊന്നും. എടാ മോനെ, ഇനി ഇങ്ങനെ കളന്നു കുത്തിയിരുന്നാ പോരാ. നിന്റെ അമ്മച്ചി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നല്ല ചൊടിയായിട്ട് നിന്നോളൂ. ജോണിക്കിന് നാളെ തന്നെ എല്ലാ വീട്ടിലൊന്നും പോകണം. ഞാൻ ഒട്ടിച്ചു. അല്ല, ഞങ്ങളും കൂടെ വരാം. ആളുകളോടൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയാം. ഞങ്ങളോട് വരുന്നത് നമുക്കിനെ ഉടനെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാകും. അല്ല, ജോണിക്ക് പോകണം. അവൻ പോന്നെ പോയിട്ട് സാറ് ഞങ്ങളെ ജീവിതം നമുക്കൊരു മക്കളാ സംഘടന ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ എതിർസ്ഥാനാർത്ഥി ഒരു പെണ്ണായതുകൊണ്ട് സ്ത്രീയുടെ കുറെ വോട്ടുകൾ നഷ്ടപ്പെടും. ആ, അത് ശരിയാ. മറിയമ്മയുടെ നേതൃത്വത്തിൽ നമുക്ക് മഹിളാ സംഘം ഉണ്ടാക്കിയില്ല. അത് വേണ്ട, ഇയാനെ പിടിച്ച് നിർത്തിയാൽ അതെങ്ങനെയാ പറയുന്നത്? രണ്ടു മാത്രം ഒരാണല്ലേ. എന്നാലും ഞാൻ പെണ്ണാണെന്നാണ് അവളുടെ വിചാരം. എന്ത് അതെല്ലാം പോട്ടെ, നമുക്കൊരു ബോർഡ് എഴുതിക്കരുത്. വേണം വേണം, എതിരാളികളുടെ ബോർഡിന്റെ ഇരട്ടി ബോർഡ് വേണം. അത് തന്നെയല്ല, കടുവയുടെ പടം ഉണ്ടല്ലോ നമ്മുടെ അത് ആനയുടെ വലുപ്പത്തിൽ വരച്ചു വയ്ക്കുകയും വേണം. സാറമ്മയുടെ അടയാളം ശരിയാണ്. ആ, അത് നല്ല തോൽവിയുടെ ലക്ഷണമാണല്ലോ. 1000 തുണി വിചാരിച്ചാലും ഒരു കടുവ എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെ പറയും മണ്ടടിയച്ചാ. നമുക്ക് കുറെ മീറ്റിംഗ് ആണ്. പിന്നെ മുക്കിന് മീറ്റിംഗ് വേണം. പിന്നെ രാഘവനില്ലാതെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കടുവ 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 മാത്രമേ കേൾക്കാവൂ. പിന്നെ മറ്റവൻ കൂടെ വേണം. ആരാ? ആര്? ഐക്യൻ. ഈ തുപ്പക്കോളാമ്പി പോലെ ഇരിക്കുന്നതല്ലേ, അത് വേണം. അപ്പോൾ മീറ്റിങ്ങിന് കലാപരിപാടികൾ വേണ്ടേ? അതില്ലെങ്കിൽ ആളുകൾ കൂടുകയില്ല. ഇതിനൊക്കെ രൂപയുടെ കാര്യങ്ങളാണെന്നറിയാമോ? രൂപയുടെ കാര്യത്തിലൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷേ എന്റെ മോനെ നിങ്ങൾ ജയിപ്പിച്ചതാണ്. മറികമ്മ പ്രത്യേകം പറയണം. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒരു 50 പേരുടെ ഊണ എപ്പോഴും റെഡിയായിരിക്കണം. നമ്മുടെ വർക്കേഴ്സ് വന്ന് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കണം. ഇപ്പോഴത്തെ അരിയുടെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനുള്ളതല്ല എന്റെ പത്തായത്തിലുണ്ട് സാറേ, അത് കാണാം. ഇതെനിക്ക് വേറൊരു കാര്യം മറന്നുപോയല്ലോ. നമുക്കൊരു പ്രസ്താവന ഇറക്കേണ്ടത് സാറേ. ശരിയാണ്, അത് നമ്മുടെ ശാസ്ത്രീയെ കൊണ്ടിരിക്കാം. അദ്ദേഹത്തിന് ജയിക്കും. ഓർഡിനും പ്രസ്താവനയ്ക്കും വാർപോഷനും കൂടെ ഒരു 100 രൂപ തൽക്കാലം വേണ്ടി വരില്ല സാർ. 100 രൂപ മതിയാകുമോ പഠിച്ചാൽ? അല്ല, അഡ്വാൻസ് ആയിട്ട് 100 രൂപ ബാക്കി പിന്നെ കൊടുത്താൽ മതിയല്ലോ. 100 രൂപ അങ്ങോട്ട് കൊടുക്കും. ഈ 7ാം വാർഡിന് സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുന്ന അലോക ദൃഢനാഥനും സുകുമാര കളയനും സകലകലാവല്ലഭനുമായ ശ്രീമാൻ ജോണിയുടെ ഒരാളെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്ന സ്നേഹിതന്മാർ ഒന്നും കണ്ടില്ലാന്ന് ഭാവിച്ചേക്കണം. അത്ര. പക്ഷെ ഞാൻ കൂടി വന്നിരുന്നു കൊണ്ട് ഇത് വേണം. അത് കൊള്ളാം. വലിയ വലിയ ആളുകളെന്ന് പറയുന്നത് പോലും അങ്ങോട്ട് ചെന്ന് കാശും കൊടുത്ത് കാര്യം പിടിച്ച് ചെയ്യണം വെപ്പിക്കുന്നു. പിന്നെ അത് ഒരു ചെറിയ പ്രസ്താവന. ഏത് മണ്ണിലും വലുതാക്കാം. ബലൂൺ ഊതി കുറിപ്പിക്കും പോലെ ഒരൊറ്റ ഊതി കുറിപ്പിക്കല്. അതാണ് ഈ ബലൂണിച്ചത്. ശാസ്ത്രികൾ അത് മുഴുവൻ വായിക്കും. സകലകലാവല്ലഭനുമായ ശ്രീമാൻ ജോണിയുടെ അടയാളമായ കടുവയ്ക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൊടുക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇത്തരുണത്തിൽ ശ്രീമാൻ ജോണിയുടെ എതിർ സ്ഥാനാർത്ഥിയായ ശ്രീമതി സാറാമ്മയെ കുറിച്ച് ശ്രീമതി സാറാമ്മ ഒരു സ്ത്രീയാണ്. പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ ആ സ്ത്രീയുടെ പുറകിൽ ഒരു പുരുഷൻ ഒളിച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് മിസ്റ്റർ തോമസ് അല്ലാതെ മറ്റാരുമല്ല.
എന്നാൽ നമുക്കതൊന്നും വേണ്ട ശാസ്ത്രി. നമ്മുടെ ധർമ്മസമരമാണ്. അയ്യോ എന്റെ പൊന്നു ഗോപാലന സാറേ, ഈ രണ്ടും കൂടെ നടക്കില്ല. ധർമ്മോടിപ്പിന് സമരം നടക്കുന്നതിന് ആരും വേണം ക്ഷമിച്ചാ പോലെ. എന്തൊക്കെയായാലും ശരി, എനിക്ക് വേണ്ടി ഒരു പ്രസ്താവന എഴുതാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് വേണമെങ്കിൽ ചെറുതൊക്കെ വെട്ടിക്കളാം. പക്ഷെ തന്നെ ഒന്നാന്തരം പോയിന്റുകളായിരുന്നു. എന്നാൽ ആരും തിരിച്ചെഴുതാൻ ശാസ്ത്രിയുടെ ഞങ്ങൾ ഇറങ്ങിയിട്ട് വരാം. വരുന്നോളെ. അല്ല, ആ ബാക്കി കൂടെ ഒന്ന് തന്നിട്ട് പോയെങ്കില്. ബാക്കി പതുക്കെ എഴുതിക്കാറ്, ബാക്കിയൊക്കെ പിന്നെ എല്ലാം ദരിദ്രവാസികൾ അക്ഷരാഭ്യാസമില്ല, അക്ഷരാഭ്യാസമുള്ളവന് കാശ് കൊടുക്കില്ല. പിന്നെ അങ്ങനെ ഉണം പിടിക്കും. 6ാം നാട്ടിലെ 8ാം നാട്ടിലെ എന്തായി? ഇരിക്കണം. നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാണ്. കുരുവിടെ ഭയങ്കര കുരുവിപ്പെട്ടി, നമ്മുടെ പെട്ടി, കടുവാപ്പെട്ടി, ഓട്ടില്ല 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 കടുവാപ്പെട്ടിക്കോട്ട്. കുരുവിപ്പെട്ടി, നമ്മുടെ പെട്ടി, കടുവാപ്പെട്ടി, ചോട്ടില്ല. കുരുവിപ്പെട്ടി, നമ്മുടെ പെട്ടി, കടുവാപ്പെട്ടി, ചോട്ടില്ല. ഓട്ടില്ല 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 കടുവാപ്പെട്ടി, ചോട്ടില്ല. ഓട്ടില്ല 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 കടുവാപ്പെട്ടി, ചോട്ടില്ല. പഞ്ചായത്തിൽ കുരുവി ജയിച്ചാൽ പൊന്നോണം നടാകെ. പഞ്ചായത്തിൽ കുരുവി ജയിച്ചാൽ പൊന്നോണം നടാകെ. പാലങ്ങൾ, വിളക്കുമരങ്ങൾ, പാടങ്ങൾക്കു കലുങ്കുകൾ, പാർക്കുകൾ, റോഡുകൾ, തോടുകൾ, അങ്ങനെ പഞ്ചായത്തൊരു പറുദീസ. തെരഞ്ഞെടുപ്പിൽ കുരുവി ജയിച്ചാൽ അരിയുടെ കുന്നുകൾ നാടാകെ. നാടാകെ അരിയുടെ കുന്നുകളാണ്. തെരഞ്ഞെടുപ്പിൽ കുരുവി ജയിച്ചാൽ അരിയുടെ കുന്നുകൾ നാടാകെ. നികുതി വകുപ്പ് പിരിച്ചുവിടും, വനം പതിച്ചു കൊടുക്കും, ആർക്കും വനം പതിച്ചു കൊടുക്കും. തോട്ടുംകരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും. തോട്ടുംകരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും. കൃഷിക്കാർക്കു കൃഷിഭൂമി, പണക്കാർക്കു മരുഭൂമി. എൻജിഒമാർക്കെല്ലാം ഇന്നത്തെ ശമ്പളം 4 ഇരട്ടി. എൻജിഒമാർക്കെല്ലാം ഇന്നത്തെ ശമ്പളം 4 ഇരട്ടി. കണ്ടാലുള്ള സാറാമ്മ, കല്യാണം കഴിയാത്ത സാറാമ്മ, നാട്ടുകാരുടെ സാറാമ്മ, നമ്മുടെ നല്ലൊരു സാറാമ്മ. സാറാമ്മ സാറാമ്മ, നമ്മുടെ സ്ഥാനാർത്ഥി സാറാമ്മ. കുരുവിപ്പെട്ടി, നമ്മുടെ പെട്ടി, കടുവാപ്പെട്ടി, ചോട്ടില്ല. കുരുവിപ്പെട്ടി, നമ്മുടെ പെട്ടി, കടുവാപ്പെട്ടി, ചോട്ടില്ല. ഓട്ടില്ല 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 കടുവാപ്പെട്ടി, ചോട്ടില്ല. ഓട്ടില്ല 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 കടുവാപ്പെട്ടി, ചോട്ടില്ല. കുറച്ചുകൂടെ നീട്ടിക്കോളൂ, അടുത്ത പ്രാസംഗം വന്നിട്ടില്ല. അയ്യോ, ഒരു രക്ഷയില്ല. ഇപ്പൊ തന്നെ ഞാൻ ഒരു പരിപാടി കേട്ടിട്ടുണ്ട്. സാരമില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാലോ. കുരുവിപ്പെട്ടി, നമ്മുടെ പെട്ടി. അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്നോ എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതെന്നോ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നില്ല. നിങ്ങളുടെ ഓരോ വോട്ടും ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ മാത്രം വിവരമുള്ള ആളുകളാണ് നിങ്ങളെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു പഞ്ചായത്ത് കൊണ്ട് ഒരു ഗ്രാമത്തിലുണ്ടാകേണ്ട പ്രയോജനങ്ങൾ ആകത്തന്നെ നേടിയെടുക്കുവാനുള്ള കഴിവും അർഹതയുമുള്ള ആളുകളെ നിങ്ങൾ തെരഞ്ഞെടുക്കുക. അവിടെ പണവും പ്രതാപവും ജാതി
ജാതിയും മതവും ബന്ധുത്വവും രാഷ്ട്രീയവും ഒന്നും ബാധകമാകുന്നത് മാത്രമേ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളൂ. എന്റെ പ്രസംഗം ഇനി ഞാൻ നീട്ടുന്നില്ല. നമ്മുടെ ശാസ്ത്രികളിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം. അടുത്ത പ്രസംഗത്തിനായി നമ്മുടെ ശാസ്ത്രികളെ ക്ഷണിച്ചു കൊടുക്കും. മഹതികളെ, എന്നെ കാണുവാനും എന്റെ വാക്ഷോരണിയിൽ ആറാടി ആസ്വദിക്കുവാനും വേണ്ടി അക്ഷമയോടുകൂടി ഇത്രയും നേരം കാത്തിരുന്ന് നിങ്ങളോട് ആദ്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ ഇപ്പൊ താമസിച്ചു. പ്രസംഗത്തെക്കാൾ വലുതാണ് പ്രവൃത്തി എന്ന് വിശ്വസിക്കുന്ന വിനീതനായ ഒരു ദേശപുത്രനാണ്. അതുകൊണ്ട് പ്രസംഗത്തെക്കാൾ ഒരു പ്രകീർത്തനമാക്കുക, അതായത് ഒരു ഗാനം, ഒരു കാവ്യം. കടുവ പെട്ടി നമ്മുടെ പെട്ടി കുരുവി പെട്ടി ചോട്ടില്ല. കടുവ പെട്ടി നമ്മുടെ പെട്ടി കുരുവി പെട്ടി ചോട്ടില്ല. ഓട്ടില്ല 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 കുരുവി പെട്ടി ചോട്ടില്ല. ഓട്ടില്ല 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 കുരുവി പെട്ടി ചോട്ടില്ല. കണ്ടാലഴകുള്ള ജോണിക്കുട്ടി, കല്യാണം കഴിയാത്ത ജോണിക്കുട്ടി, നാട്ടുകാരുടെ ജോണിക്കുട്ടി, നമ്മുടെ നല്ലൊരു ജോണിക്കുട്ടി. ജോണിക്കുട്ടി ജോണിക്കുട്ടി നമ്മുടെ സ്ഥാനാർത്ഥി ജോണിക്കുട്ടി. അപ്പോഴേ ശാസ്ത്രികൾ ഇങ്ങനെ രണ്ട് കക്ഷിക്കും വേണ്ടി പ്രസംഗിച്ചുകൊണ്ട് വരുന്നാൽ എങ്ങനെ? ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അഭിപ്രായ ഇരുമ്പലൊക്കെ ആട്ടെ, ഈ വാർഡിൽ ആര് ജയിക്കുന്ന ശാസ്ത്രിയുടെ അഭിപ്രായം? അടിസ്ഥാനപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ പാടില്ല. അടിസ്ഥാനപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കട്ടിങ് ഷെവിങ്ങേ പാടുള്ളൂ. താൻ ഇവിടെ ഇരുന്ന് വിളിക്കലാണോ? ഞങ്ങൾ തന്നെ അന്വേഷിച്ച് പുറപ്പെട്ടതാ. അയ്യോ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. വന്നില്ലെങ്കിൽ തന്നെ ഞങ്ങളെ കൊണ്ടുപോകും. താൻ രണ്ട് കക്ഷി കൂടി പ്രസംഗിക്കരുത് കേട്ടോ. ആ ബോർഡ് വായിച്ചു. ഇവിടെ രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല. അതോടെ കിടക്കും. താൻ ചെന്നില്ലെങ്കിൽ തന്റെ വലതുകയും നാക്ക് മുറിച്ചുകൊണ്ട് ചെല്ലണമെന്നാണ് മുതലാളി പറഞ്ഞിരിക്കുന്നത്. അയ്യോ, അതെന്തിനാ? സൂപ്പിടാനായിരിക്കും. എഴുന്നേറ്റ് വാ ശാസ്ത്രികളെ. മുഖം അടിച്ചു തരുന്നില്ല. നാളെ പഠിക്കാൻ ഞാൻ ദൈവത്തെ ഓർത്ത് നാളെ മുതൽ ഞാൻ നിങ്ങളുടെ പാർട്ടി ചേർന്നു. കണ്ടു ഈ കത്ത്. ഞാനിതാ ഇതെന്റെ പോക്കറ്റിലിടുന്നു. അയാളെ മഴയെ നോക്കാം. കത്തി ഒന്നോ നോക്കാം. കിട്ടിയോ? കിട്ടിയോ?